ഇതിലിപ്പോ നോക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് ആൻഡ് റിസർവേഷൻ. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല വേക്കൻസീസ് ഉണ്ടാവാം. പിന്നെ പീരീഡ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ 2 വർഷം ആണെന്നുണ്ടെങ്കിലും അതിന്റെ മാക്സിമം 4 വർഷം വരെ. ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫിക്സഡ് ടീന്യൂർ പ്രോജക്റ്റ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് അതിന്റെ HOCL, അതായത് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിന്റെ അമ്പലമുകളില് കേരളത്തിലെ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു HOCLിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയർ ഉണ്ട്, ഡിഗ്രി ഇൻസ്ട്രുമെന്റേഷൻ ആണ്, അതേപോലെ മെക്കാനിക്കൽ ഉണ്ട്, ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ആണ്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷെ അവിടെ ഒരു മിനിമം 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇൻ ദ റെലവെന്റ് ഫീൽഡ് ഇൻ എ ലാർജ് ഇൻഡസ്ട്രി, പ്രിഫറബിളി കെമിക്കൽ, പെട്രോകെമിക്കൽ, റിഫൈനറി പ്ലാനറ്റ്. ഇത് പ്രിഫറബിൾ ആണ്. ഓക്കെ, പ്രിഫറബിൾ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് എന്താ വേക്കൻസി നിങ്ങൾ നോക്കരുത്. അത് കൂടാണ്ട് നിങ്ങൾക്കൊരു ഫിക്സഡ്, അതായത് എന്താ പറയണ്ടേ, പെർമനന്റ് തന്നെ വേണം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്താ വേണമെങ്കിൽ കോൺട്രാക്ട് പോലെയുള്ള ഇതേപോലെയുള്ള ജോലികളുള്ള എക്സ്പീരിയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ, പല PSUs ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ വിളിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതേപോലെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ആവാൻ പറ്റുന്നതൊക്കെ എന്താ, നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാം. Okay, അതേപോലെ ഡിപ്ലോമ ഇൻസ്ട്രുമെന്റേഷൻ, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ഉണ്ട്. അപ്പൊ ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ഡേയ്സിൽ മിനിമം 1 ഇയർ എക്സ്പീരിയൻസിന്റെ റെലവെന്റ് ഫീൽഡ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, എനിവേ ഡിപ്ലോമ മെക്കാനിക്കൽ എല്ലാം കഴിഞ്ഞവർക്കെല്ലാം അപ്ലൈ വേണ്ടി പറ്റിയ പോസ്റ്റാണ്. അപ്പൊ ഇതിന്റെ വേക്കൻസീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ നോക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് ആൻഡ് റിസർവേഷൻ. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല വേക്കൻസീസ് ഉണ്ടാവാം. ഓക്കെ, എല്ലാം കൂടി UR, OBC, SC, ST, EWS ടോട്ടൽ. ഓക്കെ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നുള്ള രീതിയിലാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ 2 അൺറിസർവ്ഡ്, ഒരു OBC. ഓക്കെ, ടോട്ടൽ 3 വേക്കൻസി ആണ് ഉള്ളത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേക്കൻസീസ് ആണിത്. അപ്പം എന്താ പറയുന്നത്, കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിലെ അമ്പലമുകളിലാണ് എന്താ പറയുക HOCL സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പീരീഡ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ 2 വർഷം ആണെന്നുണ്ടെങ്കിലും അതിന്റെ മാക്സിമം 4 വർഷം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഏറ്റവും ആദ്യത്തെ 2 വർഷം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 35,000 രൂപയും പിന്നത്തെ 2 വർഷം എന്ന് പറയുന്നത് 40,000 രൂപയാണ് കൺസോളിഡേറ്റഡ് പേ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എറണാകുളം ജില്ലക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഡെയിലി പോയിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ആക്കാം. ഓക്കെ, 35,000 രൂപയാണ് നിങ്ങൾക്ക് അവിടെ കയ്യിൽ കിട്ടുന്നത്. ഇപ്പൊ തൃശ്ശൂർ നിന്നാണെന്നുണ്ടെങ്കിലും പോയിട്ട് വരാം, ആലപ്പുഴയിൽ നിന്നാണെങ്കിൽ പോയിട്ട് വരാം. ഓക്കെ, അതേപോലെ ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആണെങ്കിൽ 25 കൺസോളിഡേറ്റഡ്, 28 പിന്നെയുള്ള 2 വർഷം. ഓക്കെ, റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ, അത് നമ്പർ ഓഫ് അപ്ലിക്കൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് മാറുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ HOCL വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ അപ്ലിക്കേഷൻ ഫീയോ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളത് ആ ഒരു വരുന്ന സമയത്താണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17 ഓഗസ്റ്റ് മാസം 17-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോ പറ്റുന്നവരൊക്കെ എന്ത് അപ്ലൈ ചെയ്യാം. ഇതേപോലെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.